ചേട്ടത്തി ചേട്ടത്തി ആ ഇതാര്? മേരിയോ? ഓ എന്നാ പണിയാ ഇത്? എന്താ മേരിക്കുഞ്ഞെ ഈ വഴിക്കൊക്കെ? ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ ചേട്ടത്തിക്ക് അറിയാലോ. ഞാനും കരുതി അല്ലാതെ നീ വഴിയൊന്നും വരില്ലല്ലോ. പറയ് എന്താണ് വിശേഷങ്ങളൊക്കെ? നമ്മുടെ ആ കരോട്ടപ്പുറത്ത് ആ ജോസ് ഇല്ലേ? ഓ അത് തന്നെ. അവന്റെ മോളെ അവിടെ വീട്ടുപണിക്ക് വന്ന ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയതേ. അയ്യേ, ഓ ഇത് പായ നാണക്കേടായാലൂടി പെണ്ണേ. അയ്യ, നാണക്കേടായത് മാത്രല്ല, ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുവോ? വീട്ടിന്റെ അകത്ത് തന്നെ ഇരിപ്പെന്നാ കേട്ടെ. ജോസിന്റെ ഒക്കെ ജാട. അവൻ ആ പള്ളി കമ്മിറ്റിയിലൊക്കെ വന്നിരിക്കുമ്പോ അവന്റെ കാലുമ കാലേറ്റി വെച്ചൊരു ഇരുത്തൊന്നും എനിക്ക് അങ്ങോട്ട് തീരെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും മോളോട് പോയപ്പോ ഇനിയിപ്പൊ അവന്റെ ജാടയൊക്കെ അങ്ങ് കുറഞ്ഞു കാണും അല്ലെ? പിന്നെ നമ്മുടെ ആ തോറ്റ MLA ഉണ്ടല്ലോ. ഏത്? ആ ചക്കത്താമരയോ? അത് തന്നെ. പുള്ളിക്കാരത്തി എന്താ ചെയ്തെന്ന് വെച്ചോ, ആ വീടിന്റെ മുമ്പിൽ ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നേ, നിറച്ചു ചക്കിയാ. ഈ തോറ്റ ഈ ഒരു മാനസികാവസ്ഥയിൽ ആ പ്ലാവ് അങ്ങ് വെട്ടിക്കളഞ്ഞു. ആട കിടക്കുന്നത്. ഇവിടെ വന്ന് വോട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു MLA എന്നൊന്ന് വിളിച്ചു. അപ്പ എന്നോട് ചോദിക്കാം MLA എന്നോ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒക്കെ MLA ആ എന്ന് പറഞ്ഞു. അയ്യോ, അത് ചേട്ടത്തിയാണോ പറഞ്ഞേ? അത് ശരി. ഇതിപ്പോ മറ്റേ ചാനലുകാര് വരുമ്പോഴേ ആരോ പറഞ്ഞു എന്ന് നമ്മള് കേൾക്കുന്നുള്ളൂ. ചേട്ടത്തെ പറഞ്ഞത് അതറിയത്തില്ലായിരുന്നു. ഭയങ്കര ഫേമസ് ആയി പോയില്ലേ. വേറൊരു കാര്യമുണ്ട്. ഇക്കാര്യം തൽക്കാലം മോളിക്കുട്ടിയും അറിയണ്ട. നമ്മുടെ അപ്പുറത്ത് രാധയില്ലേ, അവരുടെ മോള് പുതിയ കാറ് മേടിച്ചെന്നേ. ഓ, കാറൊക്കെ മേടിച്ചോ? ഓ, എനിക്കറിയാൻ പാടില്ല. പിന്നെ ആ പെണ്ണ് അവള് പഠിക്കാൻ ഭയങ്കര മിടുക്കത്തിയാ. അവള് ഓസ്ട്രേലിയയിൽ അങ്ങ് നേഴ്സാണല്ലോ. ഇവർ ഈ ലോണൊക്കെ എടുത്ത് അന്ന് ആ കൊച്ചിനെ നേരെ ഓസ്ട്രേലിയയിലേക്ക് കയറ്റി വിട്ടു. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവര് ഈ ആൾക്കാരൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോവാണല്ലോ. എനിക്ക് ഈ ആൾക്കാര് രക്ഷപ്പെടുന്നു എന്ന് കേൾക്കുമ്പോ തന്നെ നെഞ്ചിന്റെ അവിടെ ഒരു വേദന, ഒരു വല്ലാത്ത വിഷമം. അപ്പൊ വീട് എന്തായാലും വെക്കാനുള്ള സ്ഥലം നിങ്ങൾ അന്ന് കൊടുത്തല്ലോ. ഇനിയിപ്പോ ഈ കാറൊന്ന് വീട്ടിലേക്ക് കയറ്റാനായിട്ടുള്ള വകുപ്പില്ലെന്നേ. ആ റോഡിന് നിങ്ങൾ കൊടുത്ത ആ വഴിക്ക് വീതി ഇല്ലല്ലോ. അതിനിപ്പോ ഒരു 4-5 അടി എങ്ങാണ്ട് അവർക്ക് ഇച്ചിരി വേണം ആ കാറൊന്ന് അകത്ത് കയറ്റണ്ടേ. അതുവരെ ഈ റോഡിലെങ്ങാണ്ടാണ് ആ കാർ ഇട്ടേക്കുന്നത്. അപ്പൊ ആ സ്ഥലം ചേട്ടത്തി കൊടുത്താൽ മാത്രമാണ് രാധയുടെ മോളുടെ കാറ് വീട്ടിൽ കയറുള്ളൂ. പിന്നെ ഇപ്പൊ കൊടുക്കും, നോക്കിയിരുന്നാ മതി.